സോ അതാ നമ്മുടെ 5th CBSE ക്ലാസ്സില് നമ്മുടെ EVSല് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൂപ്പർ സെൻസസ് അല്ലെ, അതാണ് നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മക്കളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആൻസ്, നമ്മുടെ ഉറുമ്പുകൾ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്. യെസ്, അവരൊരു സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോകുന്നത് കാണാം അല്ലെ. ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ തന്നെ ഒരാളുടെ പിന്നാലെയായിട്ട്, അതായത് ഒരാളുടെ പാത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് ദേ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് അവർ എന്ത് ചെയ്യുന്നത് കാണാം, മൂവ് ചെയ്യുന്നത് കാണാം അല്ലെ. ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിമണി ആണെങ്കിൽ പോലും അത് എടുത്തോണ്ട് അവര് പോകുന്നത് എങ്ങനെയാണ്, അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് നമ്മുടെ ആൻസിന് അതിന്റെ ഫ്രണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഭൂമിയിൽ അല്ലെ, നമ്മുടെ ചുറ്റും ഒരുപാട് ആൻസ് ഉണ്ട്, എല്ലാം അവരുടെ ഫ്രണ്ട്സ് ആയിക്കൊള്ളണമെന്നില്ല അല്ലെ. പക്ഷെ അവരുടെ ഗ്യാങ്ങിനെ മാത്രം അവർക്ക് എങ്ങനെയായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവുക. അതുപോലെ തന്നെ അവർക്ക് ഈ കാണുന്ന രീതിയിൽ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വല്ല പെൻസിലോ ഒരു സ്കെയിലോ ഒക്കെ എടുത്തിട്ട് ഇടയിലൊന്ന് വര വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആകെ ആ കൂട്ടം തെറ്റിപ്പോവും അല്ലെ. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അതിന്റെ ആൻസർ ആണ് നമ്മുടെ സയൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്ത്, ഫിറമോൺസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫിറമോൺസ് എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആൻസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരു കെമിക്കൽ പുറത്തു വിടുന്നുണ്ട്, ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കലിന്റെ പേരാണ് ഫിറമോൺസ്. ഈ ഫിറമോൺസ് എന്ന് പറയുന്ന പേരൊക്കെ നമുക്ക് ഹയർ സ്റ്റഡീസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷെ നമുക്ക് ഈ ഒരു ഫാക്ട്സ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത്, ഈ കുഞ്ഞു കാലിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ്, നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ടേം മിസ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആക്ച്വലി നമുക്ക് ഇത്രേ പറയാനുള്ളൂ, ആൻസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതൊരു കെമിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കലിന്റെ സ്മെല്ല് അല്ലെ, ആ കെമിക്കലിന്റെ സ്മെല്ല് ഇങ്ങനെ പിടിച്ചോണ്ടാണ് ബാക്കി ആൻസ്, ഇതിന്റെ പിന്നാലെ വരുന്ന ആൻസ് എന്ത് ചെയ്യുന്നത്, അതിന്റെ 1 by 1 ആയിട്ട് ഇങ്ങനെ പിറകെ പോകുന്നത്. അത് മാത്രല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ആൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോ ഗ്രൂപ്പ്സിന്റെയും കെമിക്കലിന്റെ സ്മെൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഫ്രണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മെസ്സേജ് പാസ് ചെയ്യാനും ഒക്കെ ഈ പറയുന്ന ഫിറമോൺസ് ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ആൻസിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, മറ്റു ചില ഇൻസെക്ട്സിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മെയിൽ സിൽക്ക് വോമിനെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഫീമെയിൽ സിൽക്ക് വോമിനെ എത്ര ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, സ്മെല്ല് ഉപയോഗിച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ മൊസ്കിറ്റോന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചേ, നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മൊസ്കിറ്റോ വന്ന് നമ്മളെ കുത്തിന്ന് വിചാരിക്കുക, നമ്മൾ ഒന്ന് കൈ ഇണക്കിയപ്പം അത് പറന്നു പോയിട്ടോ. എന്നാൽ വീണ്ടും അല്ലെ, എഗൈൻ ആൻഡ് എഗൈൻ എന്ത് ചെയ്യും, ആ മൊസ്കിറ്റോ നമ്മളെ തന്നെ വന്ന് കടിക്കും. അതെങ്ങനെയാ സംഭവിക്കുന്നത്? എങ്ങനെയായിരിക്കും ഈ മൊസ്കിറ്റോസിന് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? യെസ്, മൊസ്കിറ്റോസിന് ഈ പറഞ്ഞ പോലെ സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയുടെ സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ ഫൂട്ടിന്റെ ആ ഒരു ബോട്ടം സർഫസ്, നമ്മുടെ കാലിന്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ സ്മെല്ലൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ ആർക്ക് പറ്റും, നമ്മുടെ മൊസ്കിറ്റോസിന് പറ്റും. ഇത് മാത്രമല്ല, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വഴിയും നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ ആർക്ക് പറ്റാറുണ്ട്, മൊസ്കിറ്റോസിന് പറ്റാറുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഒരു തവണ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ തന്നെ കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാ ഈ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാത്ത കുറേ പ്രത്യേകതകളൊക്കെ നമ്മുടെ ഇൻസെക്ട്സിന് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇതേപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ടാണ് മക്കളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.